சிவசேனா கட்சியின் விநாயகர் விசர்ஜன ஊர்வலம். கோவையில் சிவசேனா கட்சியின் 38ஆம் ஆண்டு விநாயகர் சதுர்த்தி விழா சிவசேனா கட்சி மாநகர் மாவட்டம் சார்பில் கோவை மண்டல தலைவர் பி. ஹரிஹரன் தலைமையில் மாநில அமைப்பு செயலாளர் டி. செந்தில், கோவை மாவட்ட தலைவர் ஏ. நாகராஜன் ஆகியோர் முன்னிலையில் ஆர்.எஸ். புரம் சிவசேனா கட்சி தலைமை அலுவலகம் அருகில் சிவசேனா கட்சி தமிழ்நாடு தலைமை ஒருங்கிணைப்பாளர் மா. முருகன் சிறப்பு ஏற்பாட்டில் விநாயகர் சிலை பிரதிஷ்டை மற்றும் பல்வேறு நிகழ்ச்சிகள் நடைபெற்றன. நிகழ்ச்சியைத் தொடர்ந்து விநாயகருக்கு சிறப்பு பூஜைகள் மற்றும் குழந்தைகளுக்கான ஓவிய போட்டி மற்றும் கந்தசஷ்டி பஜனை நிகழ்ச்சி, மாபெரும் பரதநாட்டியம் மற்றும் வள்ளி கும்மி ஒயிலாட்டம், அரங்கேற்ற விழா, நடன கலை நிகழ்ச்சிகள், அன்னதானம் உள்ளிட்ட பல்வேறு கலை நிகழ்ச்சிகள் தலைமை ஒருங்கிணைப்பாளர் மா. முருகன் ஏற்பாட்டின் பேரில் நடைபெற்றது. நிகழ்ச்சியில் கோவை மாவட்ட செயலாளர் எஸ்.பி. மாரிச்செல்வம் வரவேற்புரை வழங்கினார். நிகழ்ச்சியில் கோவை மாநகர தலைவர் மருது, மாவட்ட துணைத் தலைவர் தங்கராஜ் ஆகியோர் அறிமுக உரையாற்றினர். 5ஆம் நாளில் நடைபெற்ற விசர்ஜன ஊர்வலத்தில் மாநில செயல் தலைவர் சசிகுமார், தலைமை ஒருங்கிணைப்பாளர் மா. முருகன் எழுச்சியுரையாற்றினர். நிகழ்ச்சியின் சிறப்பு விருந்தினர்களாக பழனி ஆதீனம் சிவானந்த புலிப்பாணி பாத்திர சுவாமிகள், பாஜக முகாம் மிகைமணி, பாமக கோவை கிழக்கு மாவட்ட செயலாளர் கோவைராஜ், மக்கள் பாதுகாப்பு இயக்கம் நிறுவனர் இசக்கி ராஜா தேவர், உலக செம்மொழி சங்கம் பிரான்ஸ் கணேஸ்வரன், இலங்கை காயத்ரி விக்ரமேசிங்கே கவுன்சிலர், சிங்கப்பூர் அரசியல் ஆர்வலர் முருகையன் ஐயாவு ஆகியோர் கலந்து கொண்டு வாழ்த்துரை மற்றும் சிறப்புரையாற்றினர். இதில் சிவசேனா கட்சி கேரளா மாநில தலைவர் சஜித் திருத்திக்குனில் விசர்ஜன ஊர்வலத்தை காவி கொடியசைத்து துவக்கி வைத்தார். இது குறித்து ஒருங்கிணைப்பாளர் மா. முருகன் பேசுகையில், இந்துக்கள் விழித்து கொண்டனர். கடந்த காலம் ஒப்பிடுகையில் இந்த வருடம் பொதுமக்களின் ஆதரவும் ஆர்ப்பரிப்பும் அதிக அளவில் உள்ளது என்று கூறினார். இந்நிகழ்ச்சியில் சிவசேனா கட்சி நிர்வாகிகள், பொறுப்பாளர்கள், முக்கிய பிரமுகர்கள், அரசியல் பிரமுகர்கள், பக்தர்கள், பொதுமக்கள் உட்பட ஏராளமானோர் கலந்து കൊണ്ടனர். സജി എന്നാണ് ഞാൻ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ശിവസേന കക്ഷിയുടെ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എറണാകുളത്ത് താമസിക്കുന്നു, കൊച്ചിയിൽ. ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആചാര്യസ്വാമി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ രണ്ടു വാക്ക് സംസാരിച്ചിട്ട് സ്വാമി ബാക്കി സംസാരിക്കും. ഈ ഗണേശ ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് ഇത് ശരിക്കും മഹാരാഷ്ട്രയിൽ എന്നുള്ള ഒരു തുടക്കം ശ്രീ ബാലഗംഗാധര തിലകൻ തുടങ്ങി വെച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പൂജ കൺസെപ്റ്റായിരുന്നു. ഇതിനെ ഈ രാജ്യത്തുടനീളമുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ വിഗ്രഹ പൂജ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാം മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ദിവസം സമാപനം കുറിച്ചു. അത് കേരളത്തിലെ ഇന്നലെ വൈകിട്ട് 8 മണിക്ക് കൊച്ചിയിൽ നടന്ന മഹാനിമഞ്ജന ഘോഷയാത്രയോടുകൂടി കേരളത്തിലെ പ്രോഗ്രാം ഇന്നലെ സമാപിച്ചു. തമിഴ്നാട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടങ്ങളിലും വിഗ്രഹ പൂജ നടത്തുന്നുണ്ടെങ്കിലും തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ അത് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു നേർക്കാഴ്ചയാണ്. തമിഴ്നാട്ടിലെ മക്കൾ വിഗ്രഹ പൂജയിലും ക്ഷേത്ര ദർശനങ്ങളിലും നമ്മൾ കാണുന്ന രൂപത്തിൽ മാത്രമല്ല അവരുടെ ഭക്തി അത് തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ പ്രോഗ്രാം തമിഴ്നാട് സംസ്ഥാന തലത്തിലുള്ള സമാപന പ്രോഗ്രാമാണ് കോയമ്പത്തൂർ നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ശിവസേന ഉദ്ധവ് ബാലസാബ് താക്കറെ നയിക്കുന്ന പാർട്ടിയുടെ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീ ശശി വർഗൾ, അതേപോലെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മാ. മുരുകൻ, ബാക്കി അത്തരത്തിലുള്ള പാർട്ടി സംവിധാനത്തിൽ കൂടി ഇതിനെ അറേഞ്ച് ചെയ്തപ്പോൾ വളരെ വിഭിന്നമായ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ വിവിധ കക്ഷികളുടെ നേതാക്കളും മറ്റ് ആശ്രമം അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഈ പാതയിൽ സഞ്ചരിക്കുന്ന ഭക്തിയോ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ സമാപന നിമഞ്ജന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ മതസൗഹാർദ്ദത പോലെ തന്നെ ഈ തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് വരണം. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണ് ആർ.എസ്. പുരത്തെല്ലാം അന്ന് സംബന്ധിച്ച ബോംബ് ബ്ലാസ്റ്റ്.
അതെല്ലാം വളരെയേറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ച ഇന്ന് കേന്ദ്രത്തിന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. തമിഴ്നാട് അത്രയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിലുപരി തമിഴ്നാടിൻ്റെ കൾച്ചർ അത് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വം, അല്ലെങ്കിൽ ക്ഷേത്രീയ ആചാര്യന്മാരുടെ നേതൃത്വം, സ്വാമിജിയെ പോലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള വലിയൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നയിക്കുമ്പോൾ അത് ഈ ഗണേശ ഉത്സവവും കൂടി അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്ന് ഉള്ളത് നമ്മളിൽ വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തമിഴ്നാട് ഘടകത്തിൻ്റെ ഈ നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ എന്നോടത് പറയാൻ കാരണം മുരുകനും ശശി അദ്ദേഹവും കൂടി അവിടെ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സംഘടനാപരമായിട്ടൊരു നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ പൂജയുടെ അവസാന ദിവസം ഇന്നാണ്, 31. അപ്പോൾ ഞങ്ങൾക്ക് ദേശീയ നേതൃത്വമായിട്ട് ആരെങ്കിലും വിടണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ച് ചുമതലപ്പെടുത്തിയതാണ്. അതിലെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇതിലുപരി ഞാൻ ഇവിടുത്തെ പരിപാടികളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായിട്ട് സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പൂജയുടെ കാര്യത്തിൽ, ഗണേശ ഭഗവാന്റെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുവാൻ ശ്രീ മുരുകനും ശശിയേട്ടനും ബാക്കി ഇവിടെയുള്ള സഹപ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി നടക്കുന്ന ഗണേശ പൂജയാണ്. ആ പൂജയിൽ നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അവസാനം ഒരു നിമഞ്ജനത്തിലോട്ട് എത്തുമ്പോൾ ഒരു വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്ന ആ വ്യക്തി ഈ 5 ദിവസം കൊണ്ട് ആ ഭഗവാന്റെ വിഗ്രഹവും പ്രതിമയായിട്ടും ഉണ്ടാവുന്ന അഗാധമായ ഒരു ബന്ധം, അത് അവസാന നിമിഷം നമ്മൾ പുഴയിലോട്ട് ഭഗവാനെ നിമഞ്ജനത്തിനിറക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ആണ് ആ ദൗത്യം, ആ കർമ്മം നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്നലെ എറണാകുളത്ത് കൊച്ചിയിൽ നടന്ന ഇതേ പ്രോഗ്രാം അമ്മമാരും എല്ലാ ആളുകളുടെ കക്ഷികളുടെ ആളുകളെല്ലാം വന്നപ്പോഴും അവരിലെല്ലാം വിഷമമുണ്ടാക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഈ പറയുന്ന കർമ്മം അവസാനം നിമഞ്ജനത്തിലോട്ട് എത്തുമ്പോൾ ഭഗവാൻ നമ്മളിലോട്ട് നോക്കി നിൽക്കുന്നു. നമ്മളുടെ വിഘ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഈ നിമഞ്ജന കർമ്മം. ആ കർമ്മത്തിൽ പങ്കെടുക്കുന്ന സ്വാമിജി അദ്ദേഹത്തോട് ഞാൻ ശരിക്കും അദ്ദേഹത്തെ ഇരുത്തി പറയുന്നത് വരെ ഔചിത്യമല്ല എങ്കിൽ പോലും അത് ഈ കമ്മിറ്റി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പറയുകയാണ്. ഈ കർമ്മത്തിൽ പങ്കെടുത്ത ഈ കക്ഷികൾക്കും മറ്റ് ആളുകൾക്കും തമിഴ്നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ പരിപാടി പൂർണ്ണമായ വിജയത്തിലെത്തുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.